ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവ്യ ഒരുങ്ങി ഇങ്ങനെ കണ്ണാടിയിലേക്ക് നോക്കി ഇങ്ങനെ റെഡി ആവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ സമയം അബി റൂമിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അബി അടുത്ത് പറയും, അബി എനിക്കൊന്ന് പുറത്ത് പോകണം, നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം എന്നിങ്ങനെ പറയാണ് കേട്ടോ നവ്യ. അപ്പോൾ നമ്മുടെ അബി പറയും, പറ്റിയ സമയമാണ് ഇപ്പോൾ പോകാൻ, വയ്യാത്ത ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുക, അപ്പോഴാണോ പുറത്ത് പോകേണ്ടതെന്നൊക്കെ പറഞ്ഞ് പെരുമാറ്റത്തിലൊരു മാറ്റമാണ് കേട്ടോ നമ്മുടെ അബിക്ക്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ നവ്യ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി പെട്ടെന്ന് നിനക്കൊരു മാറ്റം? ഇന്നലെ വരെ നീ അല്ലേ പറഞ്ഞത് എന്താഗ്രഹം ഉണ്ടെങ്കിലും നടത്തി തരാമെന്ന്, ഇന്നിപ്പോൾ പെട്ടെന്ന് എന്ത് പറ്റി, നിനക്കെന്ത് ഇത്ര മാറ്റം എന്നിങ്ങനെ നവ്യ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അഭിയാണെങ്കിലും പറഞ്ഞു, ഇങ്ങനെ വയ്യാതെ ഒരാളിങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ അല്ലാണ്ട് പിന്നെ ഞാൻ എങ്ങനെ പെരുമാറണം? നിൻ്റെ അനീതിയല്ലേ എല്ലാത്തിനും കാരണം, ആ പാല് വെച്ച് കുടിച്ചതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ വയ്യായികയൊക്കെ വന്നത്, അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ദേഷ്യമാണ് എന്നുള്ള രീതിക്ക് ഇങ്ങനെ അഭി സംസാരിക്കുകയാണ് കേട്ടോ. അപ്പം നവ്യാണെങ്കിലും പറയുന്നുണ്ട്, അത് എങ്ങനെ ആ പാല് അവൾ എടുത്തു വെച്ചതാണെങ്കിൽ എനിക്ക് കുടിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന പാലല്ലേ, അവൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. ഞാനാണെങ്കിലും ശരി, എനിക്ക് അങ്ങനത്തെ ഒരു ദുഷ്ട സ്വഭാവം എന്നെ പറഞ്ഞാലെങ്കിലും വിശ്വസിക്കായിരുന്നു. പക്ഷെ നയനയും നന്ദു അങ്ങനെയല്ല, എല്ലാവർക്കും നല്ലത് മാത്രം വരണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ടു പേരാണ് അവർ. എനിക്കാണ് കുറച്ചെങ്കിലും അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവുക, പക്ഷേ അവളെ പറഞ്ഞാൽ വിശ്വസിക്കാൻ അത് ബുദ്ധിമുട്ടാണ്, അവൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ അവർ തമ്മിൽ തർക്കമൊക്കെ ആയി പിന്നെ അബി റൂമിൽ നിന്ന് ദേഷ്യം പിടിച്ച് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ശേഷം അബി നേരെ പോകുന്നത് ജലജയുടെ അടുത്തായിരിക്കും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ അവർ രണ്ടുപേരും, ഒന്നും നമ്മുടെ പ്ലാനൊന്നും നടന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ജലജയാണെങ്കിലും പറയുന്നുണ്ട്, ആ പാല് വെച്ചത് നയനയല്ലേ, അപ്പോൾ അവർ അനാമിക അത് ഇട്ടതാണെങ്കിലും നയന ആ പാല് വെച്ചത് കൊണ്ട് അവളുടെ തലയിൽ എല്ലാ കുറ്റവും എന്തായാലും ഇടാം. ഇനിയിപ്പോൾ എന്തായാലും ഡിസ്ചാർജ് ആയിട്ട് ഇടത്തിക്കൂടി ഇങ്ങോട്ട് വരുമല്ലോ, എന്നിട്ട് നമുക്ക് കുത്തി കൊടുത്ത് അവരെ രണ്ടിനും ഇവിടുന്ന് എങ്ങനെയെങ്കിലും പെട്ടെന്ന് പുറത്താക്കുക, അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയായിരിക്കും കേട്ടോ. ഈ സമയമായിരിക്കും അവിടെ നയനയുടെയൊക്കെ അച്ഛൻ കയറി വരുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ അവർ കുറേ സ്നാക്സൊക്കെ ആയിട്ടാണ് വരുന്നത്. എന്നിട്ട് പറയും, ഞാൻ ഇത് കൊടുക്കാൻ വേണ്ടി വന്നത്, കുറച്ച് പലഹാരമാണ്, അമ്മ ഉണ്ടാക്കിയ പലഹാരമാണ് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ അവർ അഭിയാണെങ്കിലും അമ്മ ജലജയാണെങ്കിലും നല്ല പോലെ ഒന്നല്ല അവരോടത്ത് പെരുമാറുന്നത്, മോശം രീതിക്ക് ഇങ്ങനെ കുറേ പലഹാരം കൊണ്ടുവന്നിട്ടും കാര്യമില്ല, കുറേ പൈസയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെ അപമാനിക്കാൻ പറ്റുമോ അതുപോലെയൊക്കെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അച്ഛനാണെങ്കിലും ഒരു സങ്കടം പോലെയൊക്കെ ആവുകയാണ് ചെയ്യുന്നത്. ഒരാളിങ്ങനെ വന്ന് കയറി വീട്ടിൽ വന്നിങ്ങനെ കയറുമ്പോൾ ഇൻസൾട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു സഹിക്കാൻ പറ്റാത്തൊരു കാര്യമല്ലേ. അതും കല്യാണം കഴിച്ചു കൊടുത്തൊരു വീട്ടിൽ ഒരു റെസ്പെക്റ്റും ഇല്ലാതെ ഇങ്ങനെ കാണിക്കുമ്പോൾ അത് സഹിക്കാൻ പറ്റും ഏതെങ്കിലും ഒരു അച്ഛന്. അപ്പോൾ അച്ഛനിങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ നവ്യ ഇറങ്ങി വരികയായിരിക്കും കേട്ടോ. എന്നിട്ട് പിന്നെ അച്ഛൻ്റെ അടുത്ത് നിന്ന് ആ പലഹാരമൊക്കെ വാങ്ങുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ അവർ സംസാരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അബിയുടെ അടുത്താണെങ്കിലും നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട്, ഇന്നലെ വരെ നീ നല്ല സ്നേഹമായിരുന്നല്ലോ, ഇപ്പോൾ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയാണെങ്കിലും പറയുന്നുണ്ട്, എത്ര സ്നേഹം കൊടുത്തിട്ട് എന്താ കാര്യം, ഇതല്ലേ സ്വഭാവം, ഇവർ രണ്ടാളും കൂടിയല്ലേ പാലിൽ വിഷം കലർത്തിയിട്ട് കൊല്ലാൻ നോക്കിയത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മൊത്തം കുറ്റവും എങ്ങനെയൊക്കെ നെഗറ്റീവ് അടിക്കാൻ പറ്റുമോ അതുപോലെയൊക്കെ നയനേനും നവ്യേനും കുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ രണ്ടാളും കൂടെ. അച്ഛനാണെങ്കിൽ ഇതൊന്നും കണ്ടിട്ട് സഹിക്കുന്നില്ല. എങ്ങനെ സഹിക്കുമല്ലോ, ഒരു അച്ഛനും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളല്ലേ അവിടെ അവർ രണ്ടാളും കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശേഷം അവർ രണ്ടാളും അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നാൽ പിന്നെ നിങ്ങൾ രണ്ടാളും കൂടി സ്നേഹത്തോടെ ഇവിടെ ഇങ്ങോട്ട് ഇരിക്കുമെന്നും പറഞ്ഞ് അവർ രണ്ടാളും അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ നവ്യ ആണെങ്കിലും അച്ഛനാണെങ്കിലും സങ്കടത്തോടെ പരസ്പരം നോക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ സങ്കടം വന്ന് കെട്ടിപ്പിടിച്ച് കരയാണ് ചെയ്യുന്നത്. മോൾ എന്തിനാ ഇത്രയൊക്കെ സഹിച്ച്, ഇവരുടെ കുത്തുവാക്കൊക്കെ കേട്ടിട്ട് ഇവിടെ ഇങ്ങനെ സഹിച്ചിരിക്കണം മോളെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും വീട്ടിൽ തന്നെ വന്നിരുന്നൂടെ, കല്യാണം കഴിച്ചു കൊടുത്താലും ആ ബാധ്യത തീർന്നു എന്നല്ലല്ലോ, അവിടെ വന്ന് നിന്നാലും എനിക്ക് ഒരു ബാധ്യതയില്ല, ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നിങ്ങൾ അങ്ങോട്ട് വാ, എന്തിനിങ്ങനെ സഹിച്ചിവിടെ ഇരിക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ സങ്കടത്തിൽ അച്ഛന് സഹിക്കാൻ പറ്റാത്ത കാര്യമല്ലേ അല്ലേ. എന്നിട്ട് ഇങ്ങനെ പറയാണ് കേട്ടോ നവ്യ അടുത്ത്. അപ്പോൾ നവ്യാണെങ്കിലും പറയുന്നുണ്ട്, അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിച്ചുകൊണ്ടെന്ന് വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങി വരാനായിട്ട് തീരുമാനിച്ചിട്ടില്ല അച്ഛാ, അവർ ഞങ്ങളെ കൊല്ലുകയാണെങ്കിൽ കൊല്ലട്ടെ, എന്താണ് ഇനി സംഭവിക്കാൻ പോകണമെന്ന് നോക്കട്ടെ, അതുവരെ ഞങ്ങൾ എന്തായാലും ഇവിടെ പിടിച്ചു നിൽക്കും അച്ഛാ, അച്ഛനൊന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അവിടെ പോയി അമ്മയെടുത്ത് പറയണ്ട അച്ഛാ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. പാവം എന്തായാലും അവസ്ഥ. എന്നിട്ട് പിന്നെ ആ പലഹാരമൊക്കെ അവിടെ മാറ്റി വെച്ച് അച്ഛൻ എന്നാൽ ശരി മോളെ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ. അപ്പോൾ ആ നവ്യക്കാണെങ്കിലും അവർ അച്ഛൻ അങ്ങനെ ഒരു സങ്കടത്തിൽ ഇറങ്ങി പോകണമെന്ന് കാണുമ്പോൾ തീരെ സഹിക്കുന്നില്ല.
ശേഷം ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. അവിടെ ജയൻ അവിടുന്ന് ഡോക്ടറെ അടുത്തൊക്കെ പോയി ഒരു പേപ്പറൊക്കെ വാങ്ങി എന്തൊക്കെയോ റിപ്പോർട്ടും കൊണ്ട് വരികയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദർശ് ചോദിക്കുക എന്താ വെച്ചാൽ എന്തു പറഞ്ഞു ഡോക്ടർ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജയൻ പറയുന്നുണ്ട് ഇപ്പോൾ കുഴപ്പമില്ല, കറക്റ്റ് ടൈമിന് നയന് ബ്ലഡ് കൊടുത്തുകൊണ്ട് ഇപ്പോൾ വലിയ കുഴപ്പമില്ല, ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും 2-3 പേരുടെയും കൂടി ബ്ലഡ് അറേഞ്ച് ചെയ്ത് കിട്ടണം, അപ്പോൾ കാര്യങ്ങളൊക്കെ പെട്ടെന്നാവും. ഇപ്പോൾ ഇത്തിരി അത്യാവശ്യം എന്തായാലും വേണ്ട ബ്ലഡൊക്കെ കിട്ടിയതുകൊണ്ട് ഇപ്പോൾ ഹെൽത്ത് ഓക്കെ ആണെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ അത്ര പേടിക്കാനൊന്നും ഇല്ല. ആ അനാമിക കൂടി കൊടുത്തതായിരുന്നു ഇപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അവൾ അങ്ങനെ കൊടുക്കില്ലല്ലോ, അവളുടെ സ്വഭാവം അങ്ങനെയല്ലേ എന്നൊക്കെ ഇങ്ങനെ ജയനാണെങ്കിലും പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ശേഷം നമ്മുടെ നവ്യയുടെയും നയനയുടെയൊക്കെ അച്ഛൻ വീട്ടിലേക്ക് ചെന്ന് കയറുകയാണ്. അപ്പോൾ അവിടെ അമ്മയാണെങ്കിലും ഒരു മാസിക വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അതവിടെ ഇട്ടിട്ട് എന്തായി പലഹാരമൊക്കെ കൊടുത്തോ എന്ന് പറഞ്ഞിങ്ങനെ സന്തോഷത്തിൽ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നന്ദു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പിന്നെ അച്ഛൻ്റെ മുഖത്ത് ഒരു മുഷിപ്പ് പോലെയൊക്കെ ഇങ്ങനെ കാണുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പോയി കുഴപ്പമൊന്നുമില്ല, സന്തോഷമായിട്ടിരിക്കുന്നു, കുഴപ്പമില്ല, ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയി എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നന്ദു ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് അച്ഛൻ്റെ മുഖത്ത് എന്താ വല്ലാത്തൊരു വേട്ടോ എന്തോ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛനാണെങ്കിലും അഭിനയിച്ച് ഇങ്ങനെ പറയുകയാണെ ഈ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കട്ട അഭിനയം കേട്ടോ. അപ്പോൾ നന്ദുവിന് നല്ലോണം മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് പിന്നെ അമ്മയും പറയുന്നുണ്ട് എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ, നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അച്ഛൻ അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അമ്മയാണെങ്കിലും പറയുന്നുണ്ട് ചിലപ്പോൾ ഹോസ്പിറ്റലായത് പാലിൻ്റെ ഒക്കെ പേരും പറഞ്ഞ് അവർ രണ്ടാളെയും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും, അതുകൊണ്ട് തന്നെ ആയിരിക്കും അച്ഛൻ്റെ മുഖത്തൊരു മുഷിപ്പ്, ഞാൻ എന്തായാലും പോയി നോക്കട്ടെ പറഞ്ഞ് അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നന്ദാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ശേഷം നവ്യ നല്ല ദേഷ്യത്തോടെ അബിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നീ എന്തിനാണ് എൻ്റെ അച്ഛനടുത്ത് അങ്ങനെയൊക്കെ പെരുമാറിയത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിൽ നവ്യ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളല്ലേ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയത്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ നവ്യ പറയുന്നുണ്ട് അനാമിക ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആയിരിക്കും എന്നെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അബി ഓരോന്ന് പറഞ്ഞ് ഒഴിയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് പറയും നമുക്ക് വയറ്റിലൊരു കുഞ്ഞുള്ള നോക്കില്ല, ഞാനിപ്പോൾ അതിനെ ശരിയാക്കുമെന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ നീ തന്നെ അങ്ങോട്ട് ശരിയാക്കട എന്നൊക്കെ പറഞ്ഞിങ്ങനെ നവ്യ ചൂടാവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ ഒരു അച്ഛൻ്റെ കുഞ്ഞ് എന്തിനാണെന്ന് നീ തന്നെ അങ്ങോട്ട് ഇല്ലാടാക്കട, എന്നിട്ട് നീ ജയിലിൽ പോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ അബിയും അതുപോലെ നവ്യയും നല്ല വഴക്കാവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ നവ്യ ആണെങ്കിൽ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ദുഷ്ടനാണെന്ന് വിചാരിച്ചില്ല, ഇന്നലെ സ്നേഹം ഇന്ന് ഇങ്ങനത്തെ സ്വഭാവം, മിനിറ്റിന് മാറുന്ന സ്വഭാവമാണ് നിൻ്റേത്, ഈ വീട്ടിൽ നീയും നിൻ്റെ അമ്മയാണ് ശരിക്കത്തെ വിഷം എന്നൊക്കെ പറയുമ്പോൾ അബിക്ക് നല്ലപോലെ ദേഷ്യം വരികയാണ് കേട്ടോ. എന്നിട്ട് നവ്യ വിട്ടുകൊടുക്കുന്നില്ല. നവ്യ പറയാണ് ഇവിടുത്തെ വീട്ടിലത്തെ കാരണവന്മാരുടെ പുണ്യം കൊണ്ടാണ് നിങ്ങളിവിടെ നിൽക്കുന്നത്, നീ ഇതുവരെ നിൻ്റെ അച്ഛൻ ആരാന്ന് നിൻ്റെ അമ്മയെടുത്ത് അന്വേഷിച്ച് നോക്കിയില്ല, നിൻ്റെ അമ്മയുടെ സ്വഭാവം കാരണമായിരിക്കും അച്ഛൻ ഇവിടുന്ന് പോയത്, അല്ലാണ്ട് ഒരു അച്ഛൻ്റെ സ്നേഹം നിനക്ക് അതുകൊണ്ടാണ് അറിയാത്തത്, അതുകൊണ്ടാണ് നീ എൻ്റെ അച്ഛനെ വേദനിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് കുത്തുവാക്കുകൊണ്ട് ഇങ്ങനെ നിറയ്ക്കുകയാണ് കേട്ടോ. നവ്യ ദേഷ്യം വന്നിട്ട് അച്ഛനോട് കാണിച്ച ആ ഒരു പെരുമാറ്റത്തിൻ്റെ ദേഷ്യത്തിന് എങ്ങനെയൊക്കെ തീർക്കാൻ പറ്റുമോ അതൊക്കെ മൊത്തം അബിയുടെ തലയിൽ നല്ലപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വേണ്ട നല്ല കണക്കിന് പറയാണ് കേട്ടോ നമ്മുടെ നവ്യ. എന്നിട്ട് പിന്നെ അബിക്കാണെങ്കിൽ ലാസ്റ്റ് അച്ഛനെ പറ്റി ഇങ്ങനെ പറഞ്ഞല്ലോ, നിൻ്റെ അച്ഛൻ ആരാണെന്ന് അമ്മയെടുത്ത് ചോദിച്ചു നോക്കുക ആ കാര്യങ്ങളൊക്കെ കേട്ടോ. എന്നിട്ട് പിന്നെ നവ്യ ഇവിടുന്ന് പോവുകയാണ്. എന്നിട്ട് പിന്നെ ഇങ്ങനെ ആ ഒരു കാര്യമൊക്കെ ആലോചിച്ചിട്ട് അബി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ സങ്കടത്തിൽ. ശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. അവിടെ നന്ദു പോവുകയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ദേവയാനീനെ. ആ സമയം നമ്മുടെ അനിയെ കാണുകയാണ്. അപ്പോൾ അവർ രണ്ടാളും കുറേ നാളായല്ലോ കണ്ടിട്ട്, അപ്പോൾ എനിക്ക് നല്ല സന്തോഷമാവാണ് കേട്ടോ. എന്നിട്ട് പറയാണ് കുറേ ആയല്ലോ കണ്ടിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ ആ ചായക്കടയിൽ നമ്മൾ എപ്പോഴും കുടിക്കുന്ന ആ ഒരു ചായക്കടയിലൊക്കെ പോകുന്നത് തന്നെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു, ആനന്ദ് ഇപ്പം അങ്ങോട്ടൊന്നും വരാറില്ലേ ചോദിക്കുകയാണ് കേട്ടോ. അപ്പം നന്ദു ആണെങ്കിലും പറയാറുണ്ട് ഇപ്പം ഞാൻ അങ്ങോട്ടൊന്നും അത്ര ഇറങ്ങാറില്ല, പുറത്തോട്ടൊന്നും അത്ര ഇറങ്ങാറില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ അനിയാണെങ്കിലും പറയുന്നുണ്ട് എല്ലാം ഞാൻ കാരണമല്ലേ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ നന്ദു പറയാണ് ഞാൻ ആ കാര്യങ്ങളൊന്നും പറയാൻ വന്നല്ല, ഞാൻ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്, ഇപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനിയാണെങ്കിലും പറയുന്നുണ്ട് കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് പറയുകയാണ് ഈ ഒരു പരിപാടി ആരായിരിക്കും ചെയ്തിട്ടുണ്ടാവുമെന്ന് എല്ലാവർക്കും നല്ല സംശയമുണ്ട്, എന്തായാലും ആ ഒരു അനാമിക അവളുടെ അമ്മ തന്നെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ചിലവർക്ക് കുറച്ച് പേർക്ക് നയനയെടുത്തിയും സംശയമുണ്ട്, പാല് കാച്ചി വെച്ചത് നയനയെടുത്തി ആയതുകൊണ്ട് ആ ഒരു കുറ്റം നയനയെടുത്തിയുടെ തലയിലിടാനും കുറച്ച് പേര് നോക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ നന്ദു ഒന്ന് അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അന്തം വിട്ട് നിൽക്കുന്ന നന്ദുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷങ്ങളോട് അവസാനിക്കുന്നത്. ഓരോ വിശേഷങ്ങളും, അതായത് ഓരോ ദിവസത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളും എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.